അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഒരു പ്രധാന കുടിയേറ്റ പദ്ധതിക്ക് ഇസ്രായേൽ അംഗീകാരം നൽകിയിട്ടുണ്ട്. 20 വർഷത്തിലേറെയായി അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് മരവിപ്പിച്ചിരുന്ന ഈ പദ്ധതി ഇസ്രായേലിന്റെ തീവ്ര വലതുപക്ഷ സർക്കാരിന്റെ കീഴിൽ ഇപ്പോൾ മുന്നോട്ടു പോവുകയാണ്. ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാകാനുള്ള ഏതൊരു സാധ്യതയും ഇല്ലാതാക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് ഇതിനു പിന്നിൽ. ഫലസ്തീൻ ജനതയുടെ സ്വതന്ത്ര രാഷ്ട്രം എന്ന സ്വപ്നത്തിന് തടസ്സമാകുന്ന ഇസ്രായേലിന്റെ പദ്ധതികളെക്കുറിച്ച് കൂടുതലറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. E1 അഥവാ ഈസ്റ്റ് 1 പശ്ചിമേഷ്യയിലെ ഏറ്റവും വിവാദപരമായ പദ്ധതികളിലൊന്നാണ്. വെസ്റ്റ് ബാങ്കിലെ മാലെ അദുമിം എന്ന ഇസ്രായേൽ കുടിയേറ്റ കോളനിയെയും കിഴക്കൻ ജെറൂസലേമിനെയും ബന്ധിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ പദ്ധതി. 12 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ 3400 മുതൽ 3910 വരെ ജൂത കുടിയേറ്റ ഭവന യൂണിറ്റുകൾ നിർമ്മിക്കുകയാണ് E1 ലക്ഷ്യമിടുന്നത്. വീടുകൾക്ക് പുറമെ ഹോട്ടലുകൾ, വ്യവസായ മേഖലകൾ, ഒരു പോലീസ് ആസ്ഥാനം, വലിയൊരു ശ്മശാനം, ഒരു മാലിന്യ നിക്ഷേപ കേന്ദ്രം എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. ഫലസ്തീനും ഇസ്രായേലും ജെറൂസലേമിനെ തങ്ങളുടെ തലസ്ഥാനമായാണ് കണക്കാക്കുന്നത്. ഈ ഇടനാഴിക്ക് കുറുകെയുള്ള നിർമ്മാണം റാമല്ല, ബത്ലഹേം പോലുള്ള ഫലസ്തീൻ നഗരങ്ങളെ വേർതിരിക്കുന്നതാണ്. കിഴക്കൻ ജെറൂസലേമിനും മാലെ അദുമിം കുടിയേറ്റ കേന്ദ്രത്തിനും ഇടയിലുള്ള ഈ പ്രദേശം തന്ത്രപരമായും പ്രധാനമാണ്. വടക്കുള്ള റാമെല്ലയെയും തെക്കുള്ള ബത്ലഹേമിനെയും ബന്ധിപ്പിക്കുന്ന അവസാന ഭൂമിശാസ്ത്രപരമായ കണ്ണി എന്ന നിലയിലാണ് ആ പ്രാധാന്യം വർദ്ധിക്കുന്നത്. വെസ്റ്റ് ബാങ്കിനെ വടക്കും തെക്കുമായി ഭിന്നിപ്പിക്കുകയും കിഴക്കൻ ജെറൂസലേമിനെ വെസ്റ്റ് ബാങ്കിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്യുമെന്നതിനാൽ ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രത്തിന് ഇതൊരു തടസ്സം തന്നെയാണ്. E1 പദ്ധതി ആദ്യമായി 1990കളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന യിത്സാക് റാബിന്റെ ഭരണകാലത്താണ് ആസൂത്രണം ചെയ്യപ്പെട്ടത്. 1994ൽ മാലെ അദുമിം മുനിസിപ്പാലിറ്റിയുടെ അതിർത്തികൾ വിപുലീകരിച്ച് E1 എന്ന പ്രദേശം ഉൾപ്പെടുത്തി. E1 പ്രദേശം കിഴക്കൻ ജെറൂസലേമിനും മാലെ അദുമിം കുടിയേറ്റ കോളനിക്കും ഇടയിൽ ഏകദേശം 12 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു മലനിരയാണ്. ഈ പ്രദേശം വെസ്റ്റ് ബാങ്കിന്റെ ഏരിയ സിയിലാണ് ഉൾപ്പെടുന്നത്. ഇവിടെ പൂർണ്ണമായും ഇസ്രായേലിന്റെ സൈനികവും ഭരണപരവുമായ നിയന്ത്രണത്തിലാണ്. എന്നാൽ അന്താരാഷ്ട്ര സമ്മർദ്ദം മൂലം 2005 മുതൽ ഈ പദ്ധതി പലതവണ മരവിപ്പിക്കപ്പെട്ടിരുന്നു. ഒടുവിൽ ഇസ്രായേലിന്റെ തീവ്ര വലതുപക്ഷ ധനമന്ത്രി ബെസലേൽ സ്മോട്രിച്ചിന്റെ നേതൃത്വത്തിൽ പദ്ധതിക്ക് ഈ വർഷം അന്തിമ അനുമതി ലഭിച്ചിരിക്കുകയാണ്. ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന രാജ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ തീരുമാനമെന്ന് സ്മോട്രിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫലസ്തീൻ രാഷ്ട്രം എന്ന ആശയത്തിന്റെ ശവപ്പെട്ടിയിലേക്ക് അടിക്കുന്ന ആണിയാണ് E1 പദ്ധതിയിലൂടെ നിർമ്മിക്കുന്ന ഓരോ കോളനിയും ഓരോ ഭവന യൂണിറ്റുമെന്നും സ്മോട്രിച്ച് പറയുന്നു. വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ ജെറുസലേം, ഗസ എന്നിവയുടെ ശാശ്വത നിയന്ത്രണം ഇസ്രായേൽ നിലനിർത്തണമെന്ന് നെതന്യാഹുവും വ്യക്തമാക്കി കഴിഞ്ഞു. മുൻകാലങ്ങളിൽ E1 പദ്ധതിയെ എതിർത്തിരുന്ന അമേരിക്ക ട്രംപ് ഭരണകൂടത്തിന്റെ കീഴിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ അയവ് വരുത്തിയിട്ടുണ്ട്. ട്രംപിന്റെ ഇസ്രായേൽ അംബാസഡർ മൈക്ക് ഹക്കബി ദ്വിരാഷ്ട്ര പരിഹാരം എന്നതിനല്ല മുൻഗണന നൽകുന്നത് എന്നാണ് വ്യക്തമാക്കിയത്. E1 പ്രദേശത്ത് 18 ഗ്രാമങ്ങളിലായി ഏകദേശം 3700 ഫലസ്തീനികൾ താമസിക്കുന്നുണ്ട്. പ്രധാനമായും ജഹാലിൻ ഗോത്രത്തിൽപ്പെട്ട ബെഡൂയിയൻ വിഭാഗങ്ങളാണ് ഇവിടെയുള്ളത്. ഈ പദ്ധതി നടപ്പിലാക്കിയാൽ ഈ ഗ്രാമങ്ങൾ നശിപ്പിക്കപ്പെടുകയും ഫലസ്തീനികൾ നിർബന്ധിതമായി കുടിയിറക്കപ്പെടുകയും ചെയ്യും. ഇത് അന്താരാഷ്ട്ര നിയമപ്രകാരം കുറ്റമാണ്. ബെഡൂയിൻ വിഭാഗങ്ങൾ പരമ്പരാഗതമായി ആടുമേച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. E1 നിർമ്മാണം അവരുടെ മേച്ചിൽപ്പുറങ്ങളിലേക്കും വിപണികളിലേക്കുമുള്ള പ്രവേശനം പരിമിതപ്പെടുത്തും. അവരുടെ ജീവനോപാധികളെ നശിപ്പിക്കുകയും ചെയ്യും. E1 നിർമ്മാണം ഫലസ്തീനികൾക്ക് റമല്ലയിൽ നിന്ന് ബത്ലഹാമിലേക്ക് നേരിട്ടുള്ള യാത്ര അസാധ്യമാക്കുമെന്നതാണ് മറ്റൊരു പ്രത്യാഘാതം. ഇപ്പോൾ തന്നെ ഇസ്രായേൽ ചെക്ക് പോയിന്റുകളിലൂടെ ദീർഘമായ വഴിത്തിരിവുകൾ താണ്ടിയാണ് ഫലസ്തീനികൾ യാത്ര ചെയ്യേണ്ടത്. അന്താരാഷ്ട്ര നിയമപ്രകാരം അധിനിവേശ ഭൂമിയിൽ കുടിയേറ്റങ്ങൾ നിർമ്മിക്കുന്നത് നിയമവിരുദ്ധമാണ്. യുണൈറ്റഡ് നേഷൻസ്, യൂറോപ്യൻ യൂണിയൻ, US, ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളും ആംനസ്റ്റി ഇന്റർനാഷണൽ അടക്കമുള്ള മനുഷ്യാവകാശ സംഘടനകളും ശക്തമായ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ സുപ്രീം പ്ലാനിംഗ് കൗൺസിൽ NGOകളുടെ എതിർപ്പുകൾ തള്ളി പദ്ധതിക്ക് ഔപചാരിക അംഗീകാരം നൽകാനുള്ള നീക്കങ്ങളും നടത്തിവരുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ അടിസ്ഥാന സൗകര്യ നിർമ്മാണം ആരംഭിച്ചേക്കാം. 1 വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണം തുടങ്ങിയേക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. 200 മില്യൺ ഷെക്കൽ, അതായത് ഏകദേശം 4700 കോടി രൂപ ചെലവിൽ റോഡുകളും ലൈറ്റിംഗും ഉൾപ്പെടെ ചില അടിസ്ഥാന സൗകര്യങ്ങൾ ഇതിനോടകം നിർമ്മിച്ചിട്ടുമുണ്ട്.